ആകാശയാത്രകൾ രാജ്യത്തെ വേദനയിലാഴ്ത്തിയത് ഇതാദ്യമായല്ല. ഇന്ത്യ പലതവണ ഇങ്ങനെ തന്നെ തന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജനുവരി 28 രാവിലെ 8:45 മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായിരുന്ന അജിത് പവാർ അടക്കം 5 പേരുടെ ജീവൻ കവർന്ന ഒരു വിമാനാപകടം. ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണ് ഭീകരമായി പൊട്ടിത്തെറിച്ചത്. മഹാരാഷ്ട്രയുടെ ശക്തമായ രാഷ്ട്രീയ മുഖമായ അജിത് പവാർ ഒരു നിമിഷം പൊലിഞ്ഞത് 5 ജീവനുകൾ. ജനറൽ ബിപിൻ റാവത്ത്, ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, യുദ്ധഭൂമികളിലൂടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസമായി നടന്ന ധീര സൈനികൻ. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കുന്നുകളിലൂടെയുള്ള ഒരു ഹെലികോപ്റ്റർ യാത്ര. പക്ഷേ ആ യാത്ര തിരിച്ചുവരാത്തതായിരുന്നു. ഭാര്യ മധുലിക റാവത്ത് അടക്കം മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ 13 പേർ ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തി. രാജ്യം വിറങ്ങലിച്ച ഭയാനകമായ വിമാന ദുരന്തമാണ് 2025 ജൂൺ 12 നടന്നത്. അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്കകം എയർ ഇന്ത്യ വിമാനം അഗ്നിഗോളമായി മാറി. ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 260 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു രാഷ്ട്രീയ പ്രചാരണ യാത്ര ഇന്ത്യൻ സിനിമയെയും അങ്ങനെ തന്നെ കണ്ണീരിലാഴ്ത്തി. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. തെലങ്കാനയിൽ BJPക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയ പ്രശസ്ത നടി സൗന്ദര്യ. പക്ഷേ ആ വിമാനയാത്ര സൗന്ദര്യ അടക്കം 4 പേരുടെ ജീവനെടുത്തു. ഇന്ത്യൻ സിനിമയുടെ ആ സൗന്ദര്യമുഖം നഷ്ടമായത് ഇന്നും ആരാധകർക്ക് വേദനയാണ്. തരുണി സച്ദേവ്. പരസ്യങ്ങളിലൂടെ നമ്മുടെ വീടുകളിലെത്തിയ റസ്ന ഗേൾ. വെള്ളിനക്ഷത്രം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ബാലതാരം. അമിതാഭ് ബച്ചനൊപ്പം പാ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും മിന്നും പ്രകടനം. പക്ഷേ അമ്മയോടൊപ്പം നേപ്പാളിലെ ഒരു ക്ഷേത്ര ദർശനത്തിന് പോയ ആ യാത്ര. നേപ്പാളിലെ ജോംസോം വിമാനത്താവളത്തിനടുത്താണ് ദുരന്തമുണ്ടായത്. തരുണി വിട പറയുമ്പോൾ വെറും 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഡോക്ടർ ഹോമി ജെ ഭാഭ, ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങളുടെ ശില്പി. 1966 ജനുവരി 24 ഫ്രാൻസിനും ഇറ്റലിക്കുമിടയിൽ അദ്ദേഹം സഞ്ചരിച്ച വിമാനം തകർന്നു വീണു. ഡോക്ടർ ഭാഭയടക്കം 117 ജീവനുകൾ അന്ന് നഷ്ടമായി. രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗത്തിലേക്ക് പോകവെയായിരുന്നു ആ ദുരന്തം. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഇന്നും പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. സുഭാഷ് ചന്ദ്രബോസ്. ഭാരത ചരിത്രത്തിൽ ഇന്നും അവസാനിക്കാത്ത ഒരു ചോദ്യം. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ് ഹോക്കു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനം തകർന്നു. ഗുരുതരമായി പൊള്ളലേറ്റ നേതാജി അന്നേ ദിവസം രാത്രി ഒരു സൈനിക ആശുപത്രിയിൽ വെച്ച് മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ അത് ജപ്പാൻ സൈന്യം കെട്ടിച്ചമച്ച കഥയാണെന്ന വാദം ഇന്നുമുണ്ട്. നേതാജിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ചിതാഭസ്മം ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ കെൽപ്പുണ്ടായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം ഇന്നും തായ്വാനിലെ ആ വിമാനാപകടത്തിൽ കെട്ടുപിണഞ്ഞു കിടപ്പുണ്ട്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.